ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡലിക്കുള്ള മാവൊക്കെ ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇഡലി തട്ടിലോട്ട് ഒഴിക്കാം. ആ സമയത്ത് കഞ്ഞിക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരിയിട്ട് അതും തിളച്ചു. അത് തെർമലിലോട്ട് മാറ്റി. എന്നിട്ട് ഇഡലി തട്ടിലോട്ട് ഇഡലിക്കുള്ള മാവും കൂടെ ഒഴിച്ചു. 2 തട്ടിൽ മാവ് ഒഴിച്ചിട്ട് അതങ്ങ് അടച്ചു വെച്ച് വേവിച്ചു. ഇഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് സ്പൂണിൻ്റെ ചുവട് വെച്ചൊന്ന് കുത്തി നോക്കി. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റാം. ഇഡലിത്തട്ടെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ചൂടാറാനായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിലോട്ട് ആ പാത്രത്തിൻ്റെ ചൂടൊന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ഇഡലി എല്ലാവത്തിനും ഇളകി പെട്ടെന്ന് വന്നോളും. അതെല്ലാം ചൂടാറിയതിന് ശേഷം ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു കേട്ടോ. ഓരോ പ്രാവശ്യം ഇഡലിക്കും അപ്പത്തിനും ഒക്കെ മാവ് അരച്ചിട്ട് അത് സോഫ്റ്റ് അല്ലെങ്കിൽ നല്ല വിഷമമാണ്. ഏതാണ്ട് ഈ പ്രാവശ്യം എല്ലാം ഒത്തുവന്നിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. ഇനി അടുത്ത തട്ടും കൂടെ എടുത്തു വെക്കുക. കണ്ണൂരിലുള്ള ഇഡലിയാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞിഡലി. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത തട്ടിലും കൂടെ ഒഴിച്ചിട്ട് അതും അടച്ചങ്ങ് വെച്ചു. അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേന് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് കടുകും കൂടെ വറുത്ത് കൊടുക്കണം. അതിന് പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ചുമന്നുള്ളി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സാമ്പാറിന് കടുകും വറുത്തു. അങ്ങനെ സാമ്പാറും റെഡിയായി. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനിയും കുറച്ച് പാത്രമുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി അങ്ങോട്ട് മാറ്റി വെക്കാം. പാത്രം കഴുകുന്ന സമയം കൊണ്ട് ഇഡലിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, അതും പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ രാവിലത്തെ അംഗം കഴിഞ്ഞ് അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇറങ്ങി. സാമ്പാർ ഉള്ളതുകൊണ്ടേ ഉച്ചയ്ക്ക് ഒരു കറി കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. ഈ പാത്രം നിരന്ന് കിടന്നാലേ എന്തോ പോലെ, അതുകൊണ്ട് ഞാൻ അപ്പം പാത്രം എല്ലാം അങ്ങ് കഴുകി വെക്കുന്നുണ്ടേ. ജോലി കഴിയുമ്പോഴത്തേന് അധികം പാത്രം ഒന്നും കഴുകാൻ കാണത്തില്ല. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇഡലിയും സാമ്പാറും എല്ലാം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുപോയി വെച്ചു. ഇനി രണ്ടേന്ന് കഴിക്കാനുള്ളതും കൂടെ വിളമ്പി വെക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.